കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ, മൂവാറ്റുപുഴ. ഇതര സംസ്ഥാന ഉപഭോക്താക്കളെ ലക്ഷ്യമാക്കി ആസാം ചുരക്ക കൃഷി ആരംഭിച്ച് ശ്രദ്ധേയനായ അജ്മലിന്റെ വാരപ്പെട്ടി കൃഷിയിടത്തിൽ വിളവെടുപ്പ് നടന്നു. ആസാമിൽ നിന്ന് വിത്തുകൾ എത്തിച്ച് പരീക്ഷണാടിസ്ഥാനത്തിൽ 1/2 ഏക്കറോളം വരുന്ന സ്ഥലത്ത് കൃഷി ചെയ്ത് വിജയം നേടിയതിനെ തുടർന്നാണ് വാരപ്പെട്ടിയിൽ വീണ്ടും കൃഷി വ്യാപകമാക്കിയത്. ഇതര സംസ്ഥാന ഉപഭോക്താക്കളെ ലക്ഷ്യമാക്കി അസം ചുരക്ക കൃഷി ആരംഭിച്ച് ശ്രദ്ധേയനായ പല്ലാരിമംഗലം സ്വദേശി അജ്മലിന്റെ വാരപ്പെട്ടിയിലെ കൃഷിയിടത്തിൽ വിളവെടുപ്പ് നടന്നു. അസമിൽ നിന്ന് വിത്തുകൾ എത്തിച്ച് പരീക്ഷണാടിസ്ഥാനത്തിൽ അടിവാട് 1/2 ഏക്കറോളം വരുന്ന സ്ഥലത്ത് കൃഷി ചെയ്ത് വിജയം നേടിയതിനെ തുടർന്നാണ് വാരപ്പെട്ടിയിൽ 2 ഏക്കർ സ്ഥലത്ത് അസം ചുരക്ക കൃഷി ആരംഭിച്ചത്. ആദ്യ വിളവെടുപ്പിന് ശേഷം അടിവാട് ചെയ്തിരുന്ന കൃഷി സാമൂഹ്യദ്രോഹികൾ നശിപ്പിച്ചത് വൻ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. വാരപ്പെട്ടിയിൽ 2 ഏക്കർ സ്ഥലത്താണ് അജ്മൽ അസം ചുരക്ക കൃഷി ചെയ്തത്. 2 മാസം പിന്നിട്ടപ്പോഴേക്കും ചുരക്കകൾ വിളവെടുപ്പിന് പാകമായിക്കൊണ്ടിരിക്കുകയാണ്. 2-3 കിലോ തൂക്കം വെച്ച കായ്കൾ പറിച്ചെടുത്ത് സമീപ മാർക്കറ്റുകളിൽ വിതരണം ചെയ്യും. വിത്തുകൾ എത്തിക്കുന്നതിനും കൃഷികൾക്കൊപ്പം നിൽക്കുന്നതിനും അജ്മലിന് കൂട്ടായുള്ളത് അസം സ്വദേശി ഉമ്മറാണ്. അജ്മലിനെ പോലുള്ള യുവാക്കൾ കാർഷിക രംഗത്തേക്ക് കടന്നു വരണമെന്ന് വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK ചന്ദ്രശേഖരൻ നായർ വിളവെടുപ്പിന് ശേഷം പറഞ്ഞു. പല പ്രതിസന്ധി മറ്റ് പഞ്ചായത്ത് ചെയ്തപ്പോൾ സാമൂഹ്യ വിരുദ്ധർ ഇത് നശിപ്പിച്ചെങ്കിലും ഇച്ഛാശക്തി കൊണ്ട് തന്നെ വീണ്ടും വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിൽ ഏതാണ്ട് 2 ഏക്കറോളം വരുന്ന സ്ഥലത്താണ് ഇപ്പോൾ കൃഷി ചെയ്യുന്നത്. അജ്മലിനെപ്പോലുള്ള ചെറുപ്പക്കാർ ഇതുപോലുള്ള കൃഷിയിലേക്ക് കടന്നു വരണം. ഗ്രാമപഞ്ചായത്തെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ ചെറുപ്പക്കാരെ കൃഷിയിലേക്ക് പ്രോത്സാഹിപ്പിക്കുക എന്നുകൂടിയുണ്ട്. തീർച്ചയായും ഈ അജ്മലിൻ്റെ ഇതുപോലുള്ള കൃഷിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഇനിയും അജ്മൽ കൂടുതൽ കൃഷി ഈ വാരപ്പെട്ടി പഞ്ചായത്ത് ചെയ്യുവാൻ കഴിയട്ടെ എന്ന് ഈ അവസരത്തിൽ ആശംസിക്കുന്നു. ഈ കൃഷിയിൽ പ്രധാനം കൃത്യമായ നനയാണെന്നും ഇതര സംസ്ഥാനക്കാർ മാത്രമല്ല പ്രദേശവാസികളും ഇപ്പോൾ അസം ചുരക്ക തേടി വരാറുണ്ടെന്നും കൃഷിയുടമ അജ്മൽ പറഞ്ഞു. മുന്നേ ഉണ്ടായ പ്രതിസന്ധിയിൽ നിന്നെല്ലാം ഞാൻ വിട്ടുമാറി നല്ലൊരു വരുമാനം വീണ്ടും പ്രതീക്ഷിച്ചുകൊണ്ട് വീണ്ടും വിപുലീകരിച്ച് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ എനിക്ക് ഈ ഒരു 2 ഏക്കർ ഭാഗത്തേക്ക് ഇപ്പോൾ വന്നപ്പോൾ അവിടെ ചെയ്തതിനേക്കാളും ആ ഒരു ചെറിയ പറമ്പിനേക്കാളും ഈ വലിയൊരു പറമ്പെടുത്ത് ചെയ്തപ്പോൾ കോസ്റ്റ് കാര്യങ്ങളെല്ലാം കുറവുണ്ട്. അതുപോലെ ഇവിടെയാണെങ്കിലും നമുക്കിപ്പോൾ ഡെയിലി വെള്ളം കൊടുക്കണം എന്നുള്ളൊരു കടമ മാത്രമാണ് കൃത്യമായിട്ട് ചെയ്യേണ്ടത്. പരിപാലിക്കുന്നതിൽ മെയിനായിട്ട് ചെയ്യേണ്ടത് ഈ ചെടിക്കൊക്കെ വെള്ളം കൊടുക്കുക എന്നുള്ളത്. പിന്നെ വളത്തിൻ്റെ കേസാണെങ്കിലും ഞാനിവിടെ ഒരു തടത്തിൽ വെച്ചിരിക്കുന്നത് 3 ചെടിയാണ്. ആ ചെടിക്ക് വേണ്ടിയിട്ട് നമുക്കൊരു 25 ഗ്രാം വളമാണ് ആവശ്യമുള്ളൂ NPK. അതുപോലെ 18 ഉപയോഗിക്കാം. വേറെ കീടനാശിനികളൊന്നും തന്നെ ഉപയോഗിക്കുന്നില്ല. എല്ലാവർക്കും ഫ്രഷ് ഐറ്റംസ് തന്നെ കൊടുക്കാൻ പറ്റും. അതാണ് ഞാൻ നോക്കുന്നത്. Maharani Wedding Collections, the classic bridal world.